ഹരിയാന, ഇപ്പോൾ ഹരിയാനയിൽ മനോഹർലാൽ ഖട്ടറിനെ പോലെ മുൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടേത്. അവർക്കൊക്കെ ഈ കർഷക ഗ്രാമങ്ങളിലെ പരിപാടികൾ റദ്ദാക്കേണ്ടി വരുന്നു, റാലികൾ റദ്ദാക്കേണ്ടി വരുന്നു. പല സ്ഥാനാർത്ഥികൾക്കും ഇതേ അവസ്ഥ പഞ്ചാബിൽ നേരിടുന്നു. അമൃത്സറിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടാകുന്നു, കർഷകരുടെ പ്രതിഷേധമുണ്ടാകുന്നു. ഹരിയാനയിലെ രാഷ്ട്രീയ മാറ്റം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ കർഷക പ്രതിഷേധം എന്നുള്ളത് ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ ബി ജെ പി നേരിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമായി ആ പാർട്ടിക്ക് മേൽ, സ്ഥാനാർത്ഥികൾക്ക് മേൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഹരിയാന, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ തലത്തിൽ നേരിടേണ്ടി വരുന്നത് കർഷക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കർഷകരുടെ ഈ ഒരു പ്രതിഷേധം തന്നെയാണ്. ഹരിയാനയിൽ നിരവധി സ്ഥലങ്ങളിലാണ് ബി ജെ പിക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് റാലി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ബി ജെ പി നടത്തുന്ന റാലികളാണ് അവർക്ക് റദ്ദാക്കേണ്ട സാഹചര്യം ഹരിയാനയിൽ ഉണ്ടാകുന്നത്. അതിൽ മനോഹർലാൽ ഖട്ടർ, ഹരിയാന മുൻ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ടറിന് പോലും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ റാലി ഈ ഒരു കർഷക പ്രതിഷേധങ്ങളെ തുടർന്ന് ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഹരിയാനയിൽ ഉണ്ടാകുന്നു. ഇതേ ഒരു സ്ഥിതി തന്നെയാണ് പഞ്ചാബിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പഞ്ചാബിലും ഈ ഒരു കർഷക പ്രതിഷേധം അല്ലെങ്കിൽ കർഷക പ്രശ്നങ്ങളൊക്കെ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബ് അതിർത്തിയിലൊക്കെ ഇപ്പോഴും സമരവുമായി നിരവധി കർഷകരൊക്കെ ഇപ്പോഴും തുടരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യമാണ് ബി ജെ പിക്ക് ഒരുപക്ഷെ വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. ഹരിയാനയിൽ പ്രത്യേകിച്ച് വലിയൊരു രാഷ്ട്രീയ മാറ്റം കൂടി നടക്കുന്നുണ്ട്. കാരണം ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ 3 സ്വതന്ത്ര MLA-മാർ പിൻവലിക്കുന്നു. പിന്നീട് ഒരു വിശ്വാസ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് മുന്നിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് തന്നെ കോൺഗ്രസും JJP ഒക്കെ തന്നെ ഈ ഒരു വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറെ സമീപിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ ബി ജെ പി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം പോലും ഹരിയാനയിൽ നിലനിൽക്കുന്നു. ആ ഒരു പ്രതിസന്ധിക്കിടയിലാണ് ഇത്തരത്തിൽ കർഷക രോഷം അല്ലെങ്കിൽ കർഷക പ്രതിഷേധങ്ങളെ തുടർന്ന് ഗ്രാമങ്ങളിൽ പോലും ബി ജെ പിക്ക് അവരുടെ പ്രചരണ റാലി പോലും നടത്താൻ കഴിയാത്ത സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. ശരത്. ശരി, ഇതിൽ നിന്ന് വിഷ്ണു തലവൂരാണ് ഈ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. ദേശീയ തലത്തിൽ ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് നേതാക്കൾ അവരുടെ പ്രചാരണം എവിടെ, വിശേഷിച്ച് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ലക്നൌവിലുണ്ട്, വാരാണസിയിൽ പോകുന്നുണ്ട്. അതിനുശേഷം അതുപോലെ തന്നെ രാവിലെ ലക്നൌവിൽ ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഖാർഗെയും അഖിലേഷ് യാദവും കെജ്രിവാളും ഒക്കെ ഒത്തുചേരുന്ന സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് ലക്നൌവിലുണ്ട് എന്നതുപോലെയുള്ള വിവരങ്ങളാണ്. അതുപോലെ തന്നെ ഹരിയാനയിലും പഞ്ചാബിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ കർഷകരിൽ നിന്ന് നേരിടുന്ന നേരിട്ടുള്ള പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധം, റാലികൾ റദ്ദു ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, ഇതെല്ലാം അടങ്ങുന്ന ഒരു പൊതു വിവരങ്ങളാണ് പങ്കുവച്ചത്.